ട്രിഗ്നോമെട്രിയിലെ അനദർ മെഷർ എന്നുള്ള ടോപ്പിക്കാണിത്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, നമുക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിന്യൂസ് ഉണ്ടാവും. തന്നിരിക്കുന്ന ക്വസ്റ്റിന് നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മോഡൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് തന്നിട്ടില്ല, പകരം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റാണ് തന്നിരിക്കുന്ന ആംഗിളിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ചെയ്തു, അതായിരിക്കും എൻ്റെ ഓപ്പോസിറ്റ്. പിന്നെ എനിക്കിപ്പോൾ ബേസ് എന്നു വെച്ചു, അപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം, ബേസ് എനിക്ക് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടിന്യൂസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് എന്ത്, ടാൻ എന്നുള്ളത്. ഓക്കെ, അതായത് ടാൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് ആണ്. അഡ്ജസെൻ്റ് അല്ലെങ്കിൽ ബേസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഹൈപ്പോട്ടിന്യൂസ് ഉള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നാണെങ്കിൽ എനിക്കിപ്പോൾ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ബേസ് കണ്ടുപിടിക്കണം. ഇത് രണ്ടിൽ ഏതൊരെണ്ണം തന്നിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാൻ ഉപയോഗിക്കും. ടാൻ്റെ ഇക്വേഷൻ എന്താ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ്.